ഇന്ന് രാജക്കാട് വീട്ടിലെ ഒരു ദിവസമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ നേരെ രാവിലെ എഴുന്നേറ്റ് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയതിന് ശേഷം നമ്മൾ കടയിലേക്ക് പോവാണ് കേട്ടോ. ഷേർലിമ്മയുടെ കൂടെ കടയിലേക്ക് പോവാണ്. അവിടെ നമ്മളൊരു അമ്മച്ചീനെ കണ്ടു കേട്ടോ. അപ്പോൾ ഷേർലിമ്മ അമ്മച്ചിയായിട്ട് സംസാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ സുനിത ആൻറ്റിയുടെ കടയിലാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നു കേട്ടോ. പിന്നെ ഷേർലിമ്മ കുറച്ച് നേരം ആൻറ്റിയായിട്ട് സംസാരിച്ചിരുന്നു കേട്ടോ. എന്നിട്ടും പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. ഞാൻ ഗേറ്റൊക്കെ അടച്ച് പതിയെ വീഡിയോ ഒക്കെ പിടിച്ചാണ് വരുന്നത്. ഷേർലിമ്മ വേഗം കയറിപ്പോയി കേട്ടോ. അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ളതുകൊണ്ട് ഷേർലിമ്മ പെട്ടെന്ന് പോയി. പിന്നെ എനിക്ക് ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചു തന്നിട്ട് ഞാൻ പാപ്പായ്ക്കൊക്കെ കൊടുത്ത് തിന്നാന്നൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് കുറച്ച് കരിവേപ്പിലൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ പറമ്പിൽ പോയി കുറച്ച് കരിവേപ്പിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഷേർലിമ്മയ്ക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് എല്ലും കപ്പയാണ് കേട്ടോ പുഴുങ്ങുന്നത്. അപ്പം അതിനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ അവിടെ അമ്മയും ഷേർലിമ്മയൊക്കെ. പിന്നെ ഇത് എല്ലൊക്കെ നല്ല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാപ്പായിനെ പതിയെ എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. പാപ്പായി നല്ല ഉറക്കത്തിലായിരുന്നു. എന്നിട്ട് പാപ്പായി സമയമായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പതിയെ എഴുന്നേൽപ്പിച്ച് പാപ്പായിനെ റെസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. പാപ്പായ്ക്ക് തന്നെ നടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഷേർലിമ്മയാണ് കേട്ടോ എഴുന്നേൽപ്പിച്ച് കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ പാപ്പായി പതിയെ നടന്ന് നേരെ റെസ്റ്റ് റൂമിലേക്ക് പോവാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പാപ്പായി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അതിനൊക്കെ ശേഷം പാപ്പായി റെസ്റ്റ് റൂമിലേക്ക് കയറി. പിന്നെ തിരിച്ച് വന്നതിന് ശേഷം പാപ്പായിനെ നമ്മൾ ഷേർലിമ്മ കൈ പിടിച്ച് നമ്മൾ നേരെ പാപ്പായുടെ സീറ്റിലേക്ക് കൊണ്ടിരുത്തുകയാണ്. പാപ്പായ്ക്ക് തന്നെയായിട്ടൊരു ചെയറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ മറ്റേ എല്ലും കപ്പയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് പാപ്പായിനെ നേരെ പാപ്പായുടെ കസേരയിലേക്ക് അങ്ങ് ഇരുത്തിയിട്ടോ. ഇനി പാപ്പായി ടീവൊക്കെ കണ്ടങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ എല്ലും കപ്പയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞ് അപ്പോൾ പിന്നെ മുഖമൊക്കെ തുടച്ചു കേട്ടോ പാപ്പായുടെ. പിന്നെ ലീലാമ്മച്ചിക്കും കപ്പ കൊടുത്തു കേട്ടോ. ലീലാമ്മച്ചിയും കഴിച്ചു. പിന്നെ പാപ്പായ്ക്കും കൊടുത്തു കേട്ടോ. പാപ്പായി ഇങ്ങനെ ടീവിയൊക്കെ കണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പം അമ്മയാണെങ്കിൽ പാലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടോ. എന്നിട്ട് പാപ്പായ്ക്ക് കൊടുത്തു. അപ്പം പാപ്പായി ഇങ്ങനെ പതിയെ കുടിക്കുവാണ് കേട്ടോ. കുറച്ച് നമ്മൾ മാറ്റി വെച്ചു. കാരണം കുറച്ച് കപ്പയും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് അവസാനമാണ് കേട്ടോ ഷേർലിമ്മ കഴിക്കുന്നത്. ഷേർലിമ്മ അങ്ങനെ ടീവിയൊക്കെ കണ്ടിങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയൊക്കെ ആവാറാകുമ്പോൾ നമുക്ക് കറി ഉണ്ടാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടൊരു ക്യാബേജ് കണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പറമ്പിൽ. നാളെ കുഞ്ഞാളപ്പയുടെ ആണ്ടായതുകൊണ്ട് കള്ളപ്പം ഉണ്ടാക്കാമെന്ന് വെച്ച് ഷിൻഡോങ്ങൾ വൈകിട്ടായപ്പം കള്ളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ശേഷം ഷേർലിയമ്മ ലീലാമ്മച്ചീനെ കുളിപ്പിച്ചു കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ പതിയെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ ലീലാമ്മച്ചിയുടെ കൂടെ. വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ലീലാമ്മച്ചി. പിന്നെ ഷിൻഡോങ്ങൾ പോകാമെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഫോട്ടോയ്ക്ക് പോസൊക്കെ ചെയ്ത് കുറച്ച് നേരം അങ്ങ് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. പാപ്പായിനെ നമ്മൾ പുറത്തിരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഓട്സ് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഷേർലിമ്മ എനിക്ക് ഓട്സ് ഉണ്ടാക്കിയിരുന്നു. ഞാൻ വിചാരിച്ച് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്ന്. അത്ര പോരാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്നിട്ട് ഞാനൊരു പ്രകാരത്തിൽ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എന്നെ കുളിപ്പിക്കുന്നത് ഷേർലിമ്മയാണ് കേട്ടോ. ഇന്ന് എൻ്റെ തലയിൽ എണ്ണയൊക്കെ വെച്ച് നല്ല സെറ്റാക്കി മുടിയൊക്കെ കെട്ടി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നാളെ കല്ലറയിൽ പൂ വെക്കാനായിട്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കടലാസ് റോസ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മളത് ഓരോന്നായിട്ട് പറക്കി വന്നിട്ട് നമ്മുടെ നല്ല അടിപൊളിയാക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ നേരെ ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ പൂവൊക്കെ പറിച്ചിട്ട് പിന്നെ ചിറ്റമ്മ വന്നു കേട്ടോ. രാത്രിയായപ്പം ചിറ്റമ്മ കുറച്ച് ലഡ്ഡും കൊണ്ടാണ് കേട്ടോ വന്നത്. പിന്നെ ഞങ്ങൾ പതിയെ ലഡ്ഡുവൊക്കെ തിന്നിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ. ചിറ്റമ്മയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. അപ്പോൾ അത്രയുള്ളൂ. ചാച്ചാ.